നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് 15% കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. നിങ്ങളിൽ പലരും മ്യൂച്വൽ ഫണ്ടിൽ സിപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നവരായിരിക്കും. ഞാനും പേഴ്സണലി മ്യൂച്വൽ ഫണ്ടിൽ സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സമയത്ത് പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഓരോ ദിവസവും അതൊരു മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യൻ മാർക്കറ്റ് ഓൾറെഡി വളരെ വലിയ വാല്യുവേഷനിലാണുള്ളത്. അത് ഞാൻ പറയുന്നതല്ല, വളരെ ഫേമസ് ആയിട്ടുള്ള അനലിസ്റ്റുകളും ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെബി നമുക്കറിയാം സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെ കുറേ രീതിയിൽ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ. മ്യൂച്വൽ ഫണ്ട് ഹൗസസും പല രീതിയിൽ അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കൊറോണയ്ക്ക് ശേഷം അത്രത്തോളം ആൾക്കാരാണ് മ്യൂച്വൽ ഫണ്ട്സിലോട്ട് വരുന്നത്. അവർ ചെയ്യുന്നതും മുഴുവൻ അല്ലെങ്കിൽ ഒരു 90% ആൾക്കാരും പ്രോപ്പറായിട്ടുള്ള അസറ്റ് അലോക്കേഷൻ നടത്താതെ ഫുള്ളി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൻ്റെ റാലി കണ്ടുകൊണ്ട് അതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അശ്വന്ത് ദാമോദർ എന്ന് പറയുന്ന ആൾ നമ്മളുടെ വാല്യുവേഷൻ ഗുരുവെന്നോ വാല്യുവേഷൻ എക്സ്പേർട്ട് എന്നൊക്കെ പറയാവുന്ന ഒരാളാണ്. അദ്ദേഹം ലാസ്റ്റ് വീക്ക് ഇന്ത്യൻ മാർക്കറ്റ് വളരെ ഹൈ വാല്യുവേഷനിലാണുള്ളത്. US-ഉം ചൈനയൊക്കെ ഹൈ വാല്യുവേഷനിലാണുള്ളത്. പക്ഷേ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഗ്രോത്ത് സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ ഈ ഒരു റാലിയെ വിശേഷിപ്പിച്ചത്. അപ്പം ഇപ്പോഴത്തെ വാല്യുവേഷൻ വെച്ച് ആ ഒരു ഗ്രോത്ത് സ്റ്റോറി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ മാർക്കറ്റ് ഉള്ളത് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ CIO S. നരേൻ വളരെ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2025 2008 ശേഷമുള്ള ഏറ്റവും വലിയൊരു വേഴ്സ്റ്റ് ഇയർ ആയിരിക്കും എന്നുള്ളത്. നമ്മളിപ്പോൾ ന്യൂസ് ചാനലിലൊക്കെ നോക്കിയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് 2023, 24 നമ്മളുടെ പീക്ക്. ഈ ഒരു സമയത്ത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അവർ വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇനി കടന്നു പോകാനിരിക്കുന്നത്. കാരണം വളരെ ഹൈ വാല്യുവേഷനിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 15-20 വർഷം എന്നുള്ളൊരു ലോങ് ടൈം ഹൊറിസോണിൽ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഒരു 3 ഇയർ 4 ഇയർ 5 ഇയർ എന്നൊക്കെയുള്ള പീരീഡിൽ നോക്കി ഇല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്തവർക്ക് റിട്ടേൺ ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അതിന് പല എക്സാമ്പിൾ ഇതിനു മുൻപേ നമുക്കുണ്ട്. ഇപ്പോൾ നമ്മളൊരു 2018 ഹൈ എടുത്തിട്ട് 2023 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് ഒരു 23% മാത്രമാണ് റാലി നടത്തിയിട്ടുള്ളത്. പക്ഷേ SIP ചെയ്യുന്നവർക്ക് കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്നൊരു ബെനിഫിറ്റ് ഉണ്ട്. SIPയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് അതാണ്. താഴോട്ട് പോയപ്പോഴൊക്കെ വീണ്ടും അത് ആവറേജ് ചെയ്തതുകൊണ്ട് മുകളിലോട്ട് പോയപ്പോൾ ഒരു ലാഭം എടുക്കാൻ പറ്റിയിട്ടുണ്ടാകാം. പക്ഷേ എന്നാലും നമ്മൾ ആ 18 നിന്നുള്ള ഹൈ കമ്പയർ ചെയ്യുമ്പം ജസ്റ്റ് 23% ആണ് മൂവ് ചെയ്തിട്ടുള്ളത്. ലംസം ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള റിട്ടേൺ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് 18 ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയവരെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ 2023 ഈ ഒരു കാലഘട്ടത്തിൽ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത SIP സ്റ്റാർട്ട് ചെയ്ത മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൽ ഇത് രണ്ടുമാണ് ഏറ്റവും വാല്യുവേഷൻ കൂടി നിൽക്കുന്നത്. അതിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു 4-5 വർഷത്തേക്ക് കാര്യമായിട്ടുള്ള റിട്ടേൺസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൽ സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ തൽക്കാലത്തേക്ക് അധികം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എന്തിലേക്കാണ് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലത്? ഓക്കെ, ഒരിക്കലും ചെയ്യാതിരിക്കണം അല്ലെങ്കിൽ നിർത്തണം എന്നല്ല. ഇപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളത് നിർത്തി വേറെയുള്ള അസറ്റ് ക്ലാസ്സിലോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു അസറ്റ് അലോക്കേഷനെ കുറിച്ചും നല്ല രീതിയിൽ നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം പല ആൾക്കാരും സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഈ ഒരു റാലി കണ്ട് ബ്ലൈൻഡായിട്ട് ചെയ്യുവാണ്. അപ്പം അദ്ദേഹം പറയുന്നത് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് നിർത്തി അസറ്റ് അലോക്കേഷൻ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 15-20 വർഷം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. നിങ്ങളിപ്പോൾ 20, 25, 30 വയസ്സുള്ള അല്ലെങ്കിൽ പഠിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് അങ്ങനെ തന്നെ കൊണ്ടുപോവുക. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വേറെ അസറ്റ് ക്ലാസ്സിലോട്ട് കൊണ്ടുപോകുക. അദ്ദേഹം ഇപ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ FD, അത് നമുക്കറിയാം റിട്ടേൺസ് കുറവാണ്. ഇനി സെക്കൻഡ് ഡെപ്റ്റ്, അതിലും കമ്പാരിറ്റീവ്ലി വളരെ സേഫാണ്, പക്ഷേ റിട്ടേൺസ് കുറവാണ്. അപ്പോൾ നമുക്ക് ഇക്വിറ്റി എക്സ്പോഷർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടും അതേപോലെ തന്നെ ഹൈബ്രിഡ് ഫണ്ടുമാണ് അദ്ദേഹം നോർമലി ഇപ്പം സജസ്റ്റ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, ഈ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഹൈബ്രിഡ് ഫണ്ട് അത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? ഓക്കെ, ഈ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിന്റെ പേരിൽ തന്നെ അതിന്റെ ഇതുണ്ട്. കാരണം മൾട്ടി അസറ്റ് മിനിമം 3 അസറ്റിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഫണ്ട് ഹൗസ്. ആ മ്യൂച്വൽ ഫണ്ടിൽ മിനിമം 3 അസറ്റിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇക്വിറ്റി, ഡെപ്റ്റ്, ഗോൾഡ് ഈ 3 അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് എന്ന് വിളിക്കാം. അതിന്റെ കൂടെ തന്നെ മിനിമം ഒരു അസറ്റിൽ 10% എങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകണം. അപ്പം അതിൽ തന്നെ റിസ്ക് കൂടിയതും കുറഞ്ഞതും ഉണ്ട്. ഇപ്പോൾ SBI മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50% ആണ് ഇക്വിറ്റിക്ക് കൊടുത്തിട്ടുള്ളത്, ബാക്കി 50 ഡെപ്റ്റിനും ഗോൾഡിനും വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ICICI Prudentialന്റെ മൾട്ടി അസറ്റ് അലോക്കേഷൻ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 69-70%ഓളം ഇക്വിറ്റിക്കും ബാക്കി 30% ആണ് ഡെപ്റ്റിനും ഗോൾഡിനും വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പം ഇക്വിറ്റി എക്സ്പോഷർ കൂടിയിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി റിട്ടേൺ കൂടുതലായിരിക്കും, റിസ്ക്കും കൂടുതലായിരിക്കും. ഇക്വിറ്റി എക്സ്പോഷർ കുറയുമ്പോൾ റിട്ടേണും കുറവായിരിക്കും, പക്ഷേ ആ ഒരു സേഫ്റ്റി, വോൾട്ടാലിറ്റി കുറേ കൂടെ കൺട്രോൾ ആയിരിക്കും. ഇതാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഹൈബ്രിഡിലോട്ട് വരുമ്പം അതിനുള്ളിൽ ഇക്വിറ്റിയും ഡെപ്റ്റും മാത്രമാണ് വരുന്നത്, ഗോൾഡ് വരുന്നില്ല. ഈ ഹൈബ്രിഡിലും 2 ടൈപ്പ് ഓഫ് ഫണ്ട് ഉണ്ട്. ഒന്ന് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഉണ്ട്, ഒന്ന് അഗ്രസീവ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഉണ്ട്. കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ 70% അല്ലെങ്കിൽ 80% ഡെപ്റ്റിലായിരിക്കും, 20% മാത്രമായിരിക്കും ഇക്വിറ്റിയിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു പെർസെൻറ്റേജ് റിട്ടേൺ നമുക്ക് ഡെപ്റ്റിൽ നിന്നുള്ളത് കിട്ടും. മാർക്കറ്റിനനുസരിച്ച് ചെറിയൊരു മൂവ്മെന്റ് അപ്പ് ഓർ ഡൗൺ നമ്മളുടെ ഈ ഒരു പോർട്ട്ഫോളിയോയിൽ കാണാൻ വേണ്ടിയിട്ട്. അതെ, അഗ്രസീവിലോട്ട് വരുമ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70% ഇക്വിറ്റി ആയിരിക്കും, 30% ഡെപ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഇക്വിറ്റിയിലെ ആ മൂവ്മെന്റ് വോൾട്ടാലിറ്റി അത്യാവശ്യം മോശമില്ലാതെ ബാധിക്കും. അതിപ്പോൾ നെഗറ്റീവ് സൈഡ് ആണെങ്കിലും പോസിറ്റീവ് സൈഡ് ആണെങ്കിലും. അപ്പോൾ ഈ ഫണ്ടുകൾക്കൊക്കെ ഒരു ആവറേജ് റിട്ടേൺ എങ്ങനെയായിരിക്കും? മൾട്ടി അസറ്റിലോട്ട് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് നമുക്കൊരു എക്സാക്ട് റിട്ടേൺ പറയാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇക്വിറ്റി എക്സ്പോഷറിന് വേരിയേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ICICI Prudentialന്റെ ഒക്കെ നമ്മൾ മൾട്ടി അസറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 5 ഇയർ 20% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് 16-17% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നിഫ്റ്റിയുടെ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 12.5 ആണ്. ഇത് 16-17 കൊടുത്തിട്ടുണ്ട് മൾട്ടി അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പം അതൊരു നല്ലൊരു റിട്ടേൺ തന്നെയാണ്. ഇനി SBIയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ 50% മാത്രമാണ് ഇക്വിറ്റി എക്സ്പോഷർ ഉള്ളത്. അതുകൊണ്ട് അതിനൊരു 14-15% റിട്ടേൺ മാത്രമാണ് അത് കൊടുത്തിട്ടുള്ളത്. ഹൈബ്രിഡിലോട്ട് വരുമ്പം വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 10%, 11% ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺ. ഇനി അഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 13-40 അല്ലെങ്കിൽ 50 ഒക്കെ കൊടുക്കാറുണ്ട് പല ഫണ്ടുകളും. ഓക്കെ, ഞാൻ പേഴ്സണലി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ഈ മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് സിപ്പായിരുന്നു ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. നിഖിൽ എങ്ങനെയാണ്? നിഖിലിൻ്റെ സിപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ്? ഏത് കാറ്റഗറിയിലാണ് വരിക? ഓക്കെ, ഞാൻ പേഴ്സണലി രണ്ടിലും ഡിവൈഡ് ചെയ്തിട്ടാണ് ഇടൽ. എൻ്റെ ഒരു ഏകദേശം ഒരു 50%ഓളം എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റിയിലും, ഒരു 50 എന്ന് പറയുന്നത് ഓൾറെഡി ഈ ഒരു ഹൈബ്രിഡ് ഇല്ലെങ്കിൽ മൾട്ടി അസറ്റ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫണ്ടിലുമാണ് വരുന്നത്. കാരണം ഞാനെപ്പോഴും മാർക്കറ്റ് അപ്സൈഡ് പോകുമ്പം കിട്ടുന്ന റിട്ടേണിനേക്കാൾ കൂടുതൽ താഴോട്ട് പോകുമ്പോൾ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഇമോഷണലി വലിയ രീതിയിൽ ബാധിക്കാതെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതിലാണ് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത് ഇല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രൊപ്പോർഷനിലാണ് ചെയ്യുന്നത്. 50% ഇക്വിറ്റി, ഒരു നിയർ 50% ഹൈബ്രിഡ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും അവരവരുടെ റിസ്ക് കപ്പാസിറ്റി അനുസരിച്ച് അത് നോക്കി അങ്ങനെയുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതെ അതെ, അതായത് ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസ്ക് കപ്പാസിറ്റിയാണ്. ടൈം പീരീഡ്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം പീരീഡ് ഡിഫറെൻ്റ് ആണ്, ഗോൾ ഡിഫറെൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ അത് ആദ്യം മനസ്സിലാക്കുക. പേഴ്സണലി നമ്മളെ തന്നെ മനസ്സിലാക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പം ഡയറക്റ്റ് ഇക്വിറ്റിയിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും പേഴ്സണലി നമ്മളുടെ വീക്ക്നെസ് എവിടെയാണ്, നമ്മളുടെ സ്ട്രോങ് ഏരിയ എവിടെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സ്കീം സെലക്ട് ചെയ്യാൻ. ഇപ്പം നമ്മളുടെ ഒരു മക്കളുടെ പേരിലോ ഇല്ലെങ്കിൽ ഒരു 10-18 വയസ്സ് ജോലിയിൽ ജസ്റ്റ് കയറിയ ഒരാൾ, ഇല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അവർക്ക് ധൈര്യത്തിൽ ഈ പറയുന്ന 15-20 വർഷം ടൈം പീരീഡ് വെച്ചുകൊണ്ട് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിലോട്ട് പോവാം, വാല്യുവേഷൻ ഒന്നും നോക്കാതെ തന്നെ. എന്നാൽ ഒരു 10-40 വയസ്സായി വലിയൊരു എമൗണ്ട് SIP ചെയ്യുന്ന ഒരാൾ, ഇല്ലെങ്കിൽ എന്താ പറയുക വലിയൊരു എമൗണ്ട് കോർപ്പസ് ഉള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും എമൗണ്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ഇക്വിറ്റിയിലോട്ടോ മിഡ് ക്യാപ്പിലോട്ടോ ഫുള്ളി ഇടാതെ സേഫായിട്ട് ഒരു 50% ഈ ഒരു ഹൈബ്രിഡ് ഫണ്ടുകളിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വോൾട്ടാലിറ്റിയെ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരവരുടെ റിസ്ക് മനസ്സിലാക്കി എത്ര ഇയേഴ്സിലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ കണക്കാക്കി അതിനനുസരിച്ചുള്ള
ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കാൻ നോക്കാം.